ചേച്ചി കല്ലു നീ ആരുടെ കൂടെയാ വന്നേ? ചേച്ചി ഞാനേ പാറക്കുഞ്ഞമ്മി എച്ചമ്മി ഒന്നും കാണാതെ മെല്ലെ വന്നതാ. അയ്യോ കല്ലു അങ്ങനെയൊന്നും ഇറങ്ങി നടക്കല്ലേ, ഇതിലൊക്കെ പട്ടിശല്യമുണ്ട്. പട്ടികൾ വരും കേട്ടോ നിനക്ക്. മുത്തച്ചേച്ചി നമുക്ക് കളിക്കാൻ പോകാം. അയ്യോ കല്ലു മുത്തച്ചേച്ചിക്ക് ഇപ്പൊ കളിക്കാൻ വരാൻ പറ്റില്ല കല്ലു. ചെറിയമ്മ കണ്ടാലേ വഴക്ക് പറയും. എനിക്ക് കുറെ ജോലിയുണ്ട്. ചെറിയമ്മ ചീത്ത മുത്തച്ചേച്ചി വാ. എന്ത് കല്ലു മുത്തച്ചേച്ചി പറഞ്ഞതനുസരിക്ക്. മുത്തച്ചേച്ചി ജോലിയൊക്കെ തീർത്തിട്ട് സമയമുണ്ടെങ്കിൽ എന്തായാലും കളിക്കാൻ വരും കല്ലിന്റെ കൂടെ. വേണ്ട മുത്തേ. ആരാ ഇത്? കല്ലുവോ? ആഹാ അമ്പടി കള്ളി, അങ്ങനെയാണല്ലേ. മുത്തച്ചേച്ചി വന്നാലേ മുത്തച്ചേച്ചിയുടെ ചെറിയമ്മ മുത്തച്ചേച്ചിനെ ശരിയാക്കും. അല്ലേ മുത്തേ? എന്റെ മുത്തിന് ജോലി തീർന്ന നേരമില്ല, എപ്പോ നോക്കിയാലും ജോലി തന്നെ. അല്ലേ മുത്തേ? കല്ലു കല്ലു മാമൻ നിന്നോ? ഒരു കുസൃതി കൊടുക്കയ്യാ കല്ലു. ചെറിയമ്മ കാണണ്ട, കല്ലുമോൾ പോയിക്കോ പാറക്കുട്ടിയുടെ അടുത്ത്. നീ കുട്ടി പിശാചിനോട് സംസാരിച്ചോണ്ട് നിൽക്കാണോ ഇവിടെ? എത്ര നേരമായി അവിടെ നിന്ന് ചൂല എടുത്തോണ്ട് വന്നിട്ട്? ഞാൻ അടിച്ചു വരായിരുന്നു ചെറിയമ്മേ. എങ്ങനെ ഈ കുട്ടി പിശാചിന്റെ മുഖത്തോട്ട് നോക്കിയിട്ടാണോ നീ അടിച്ചു വരുന്നേ? നിനക്ക് ഈ നാശം പിടിച്ച പെണ്ണിനോട് കൂട്ടുകൂടാതെ പറ്റില്ലേ? നിനക്ക് എന്റെ കുട്ടികളോട് കൂട്ടുകൂടിക്കൂടെ? എന്തിനാണ് ഈ നാശം പിടിച്ച പെണ്ണിനോടൊക്കെ കൂട്ടുകൂടുന്നത്? ഞാൻ പെട്ടെന്ന് അടിച്ചു വാരി തീർത്തിട്ട് വരാം ചെറിയമ്മേ. കല്ലുമോളെ നീ പോയിക്കോ. പെണ്ണെ നിന്റെ വീട്ടില് ചോദിക്കാനും പറയാനും ആരുമില്ലേ? നിന്നെ അങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണോ? ഞാൻ പറഞ്ഞു കൊടുക്കും നീലമ്മനോട്. നീ പോയി കേസ് കൊടു. അവള് പറഞ്ഞു കൊടുക്കും പോലും. എന്റെ മുറ്റത്ത് വന്ന് നിന്നതും പോരാ, അവൾക്ക് എന്നെ പറഞ്ഞു കൊടുക്കണത്രേ. ചെറിയമ്മേ അവൾ കൊച്ചു കുട്ടിയല്ലേ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ അവളെ വഴക്ക് പറയില്ലേ, അവൾ കരയും. ഇതാണോ കൊച്ച്? നേരം വിളക്കുമ്പോ ഇങ്ങോട്ട് തെണ്ടി ഇറങ്ങിക്കോളും. നാശം പിടിച്ച പെണ്ണ്. ഞാൻ പോവാ മുത്തച്ചേച്ചി. ആ തലപ്പിശാച് നമ്മളെ തിന്നും. നീയാണോടി എന്നെ അങ്ങനെ വിളിക്കാൻ ആ കുട്ടി പിശാചിനോട് പറഞ്ഞു കൊടുത്തത്? നിന്നോട് എന്നെ വെറുതെ നോക്കി നിൽക്കാനല്ല പറഞ്ഞത്, ഉത്തരം പറയടി. അത് ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ചെറിയമ്മേ. അവള് വെറുതെ വന്നതാ. ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ പോലും. മര്യാദക്ക് പെട്ടെന്ന് ജോലി ചേർക്ക് അടുക്കളയിൽ വടി. അവിടെ ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ട്. അതൊക്കെ പിന്നെ ആര് കഴുകുന്ന വെച്ചിട്ടാ? ഞാൻ ചെയ്തോളാം ചെറിയമ്മേ. ഇപ്പൊ കഴിയും, എന്റെ കഴിയാറായി. ഞാൻ ചെയ്തോളാം ചെറിയമ്മേ. എന്നിട്ട് അവളുടെ കയ്യിലിരിപ്പോ. ഞാനിപ്പോ വന്നിട്ടില്ലെങ്കിൽ അവൾ ഇപ്പോഴും ആ കുട്ടി പിശാചിനോട് സംസാരിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവും. ചെറിയമ്മേ ടീച്ചറ്. എന്താണ് നീ പറയുന്നത്? ഹായ് മാഡം. എന്ത് പറ്റി മാഡം? കണ്ടിട്ടില്ലാത്ത പോലെ. എന്നെ ആദ്യമായിട്ട് കാണാനോ? പിന്നെ എന്തിനാണ് മാഡം എന്നെ ഇങ്ങനെ കണ്ണം തുറച്ച് നോക്കുന്നത്? അത് ഒന്നുമില്ല ടീച്ചർ. ഞാനേ
അയ്യോ, എല്ലാം കണ്ടുകൊണ്ടാ വന്നിക്കണത് പിശാച്. ഇനിയിപ്പോ എന്ത് പറയും? മേഡം, ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അയ്യോ ടീച്ചറെ, ഞാൻ ഇവളോട് പറയായിരുന്നു ഇവളെന്തിനാ ഈ മുറ്റമൊക്കെ തൂക്കുന്നത്. പറഞ്ഞ കേക്കില്ലെന്ന് ചൂടെടുത്ത് അങ്ങോട്ട് ഇറങ്ങിക്കോളും. അതിന് ഞാൻ വഴക്ക് പറഞ്ഞതാ. അല്ല മോളോ, അതിനല്ലേ ഞാൻ വഴക്ക് പറഞ്ഞു നിന്നെ. അല്ല മുത്തേ. അതെ ടീച്ചറെ, ചെറിയമ്മ എന്നോട് ഇവിടെ അടിച്ചു വരണ്ടെന്ന് പറയായിരുന്നു. ഞാൻ എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മുത്ത് നല്ല പഠിക്കുന്നുണ്ട് സ്കൂളിൽ എന്ന് പറയാനാവും അല്ലേ? എനിക്ക് മനസ്സിലായി. നോ 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 നോ. അപ്പൊ അവള് പഠിക്കൂലേ? അവള് പഠിക്കില്ലെന്ന് ആരാ പറഞ്ഞേ? ക്ലാസ്സിൽ മിടുക്കി കുട്ടിയല്ലേ അവള്. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാ. സ്കൂളിൽ നിന്നും ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓഹോ, പറഞ്ഞിരുന്നു എന്റെ മോള്. അവളൊക്കെ പേര് തന്നെന്ന് പറഞ്ഞു. പിന്നെന്താ ടീച്ചറെ? ഓക്കേ ഓക്കേ, അവളൊക്കെ പേര് തന്നു. ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും പേര് തന്നു. പക്ഷേ ക്ലാസ്സിലെ മിടുക്കിയായ കൊച്ചു മാത്രം പേര് തന്നിട്ടില്ല. അതെന്താണെന്നറിയാൻ വേണ്ടിട്ടേ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാ. നീ എന്താ മോളു പേര് കൊടുത്തില്ല? പേര് കൊടുക്കണ്ടേ അപ്പോ? സത്യാണോ ചെറിയമ്മേ? ആ മോളു, എല്ലാവരും പോകുമ്പോ നീ മാത്രം എന്തിനു പോവാതിരിക്കണം? നീയും പോവെന്നേ. എന്നാ ഞാനീ ഈ കുട്ടിയുടെ പേര് കൂടെ എഴുതി ചേർക്കാം. അതിനെന്താ ടീച്ചറെ, ഇവളും കൂടി വന്നോട്ടെ. ഞാൻ കരുതിയിരുന്നത് ഇവളൊക്കെ പേര് തന്നിട്ടുണ്ടാവുന്നാ. ഞാൻ ഇപ്പോഴാ അറിയുന്നത് അവള് പേര് തന്നിട്ടില്ലെന്ന്. എന്നാ പിന്നെ ഞാനേ പോവാ. അയ്യോ ടീച്ചറെ, അങ്ങനെ പറഞ്ഞൂടാ. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു കാപ്പി പോലും കുടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഞാനൊരു കാപ്പി എടുക്കട്ടെ? നോ 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 നോ, ഞാനങ്ങനെ കാപ്പിയൊന്നും കുടിക്കാറില്ല. ഞാനേ പിന്നെ വരാം. ഓക്കേ, എന്നാ ടീച്ചർ ചെല്ല്. മുത്തേ, പോട്ടെട്ടോ. അപ്പൊ നമുക്ക് ടൂറിന് പോകുമ്പോ കാണാം. ചൂലേ, ചെറിയമ്മയുടെ കയ്യിൽ കൊടുക്ക്. മോള് അടിച്ചു വാരിയൊന്നും വേണ്ട, മോള് പോയി പഠിച്ചോ. അല്ല ചെറിയമ്മേ? ആ മോളെ, നീ പോയി പഠിക്ക്. ആ ചൂലിന് തന്നേക്ക്. ചെറിയമ്മക്ക് ഈ സമയത്ത് മുറ്റം തൂക്കണതൊക്കെ നല്ലതാ. വെറുതെ ഇരിക്കാൻ പറ്റൂല. മുറ്റം തൂക്കുന്നതൊക്കെ നല്ലൊരു വ്യായാമാണ്. ഞാൻ ചെയ്തോളൂ ടീച്ചറെ. ടീച്ചർ ഇപ്പൊ പോയിക്കോ. വന്നിരിക്കുന്നു എന്നെ വ്യായാമം പഠിപ്പിക്കാൻ. ആദ്യം ടീച്ചർ തന്നെ ചൂലെടുത്ത് അടിക്കട്ടെ, എന്നിട്ട് ആ പിത്തൊക്കെ ഉരുകിപ്പോട്ടെ. ഡി, നീ എന്തോ കാഴ്ച കണ്ട് നിൽക്കാടി? നിനക്ക് ടൂർ പോണോടി? പോണോ? ചെറിയമ്മക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോണില്ല. എന്നാലേ എനിക്ക് ഇഷ്ടാ, നീ പോയിക്കോ. അതാ നല്ലത്. നീ പോയിട്ടില്ലെങ്കിൽ എന്റെ മോളൂന് അവിടെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്തെങ്കിലും ജോലി ചെയ്തു കൊടുക്കാൻ ആരാ ഉള്ളത്? നീ പോയിക്കോ, അവൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്ക്. പക്ഷേ ഇവിടെ ആര് ജോലി ചെയ്യും നീ പോയാലേ? ഞാൻ പോകുന്നില്ല ചെറിയമ്മേ, ഞാനിവിടെ ഇരുന്നോളാം. നീ പൊക്കോ, ഞാനും കൂടെ അങ്ങോട്ട് വന്നാ മതിയല്ലോ. അപ്പൊ പ്രശ്നം തീരുമല്ലോ. എങ്ങോട്ട്? പേരൻസിൽ നിന്നും ആദ്യം പേര് കൊടുക്കുന്ന 4 പേർക്ക് പോകാമെന്നല്ലേ ടീച്ചർ പറഞ്ഞത്? ആ 4 പേരിൽ ഒരാൾ ഞാനാ. പെട്ടെന്ന് മുറ്റം തൂത്തിട്ട് അകത്തേക്ക് വാ. മുത്തേ, എന്താ പാറു? മുത്തേ, തങ്കി ടീച്ചർ എന്തിനാ വന്നിരുന്നേ? തങ്കി ടീച്ചർ വന്നിരുന്നു പറയുന്നത് കേട്ടോ. അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇങ്ങോട്ടെന്തിനാ വന്നേ? പാറക്കുട്ടി, എന്നെ ടൂറിന് വിടാൻ വേണ്ടി പറയാൻ വന്നതാ ടീച്ചർ. എന്നിട്ട് നിന്റെ ചെറിയമ്മ സമ്മതിച്ചോ? സമ്മതിച്ചു.
രണ്ടും കൂടി മുത്തിനെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണല്ലോ. മണിക്കുട്ടി, എന്താ ഡാഡി? എന്താ എന്താ നീ മുത്തിനോട് പറയുന്നത്? അത് പിന്നെ ഡാഡി, സ്കൂളിൽ നിന്നും ടൂർ പോകുന്നുണ്ട്. അതിനുള്ള ഡ്രസ് ഒന്നും അയൺ ചെയ്ത് വെച്ചിട്ടില്ല. അതൊന്ന് അയൺ ചെയ്ത് വെക്കാൻ പറയായിരുന്നു ഞാൻ അവളോട്. അതെന്താ, നിന്റെ ഡ്രസ്സ് നിനക്ക് അയൺ ചെയ്യാൻ അറിയില്ലേ? എനിക്കറിയില്ല ഡാഡി. എനിക്കറിയെങ്കിൽ ഞാൻ അവളോട് പറയോ? ആ കുട്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക, നീയും നിന്റെ മമ്മിയും കാരണം. അത് കാണുന്നില്ലേ നീ? അതിനെന്താ ഡാഡി? ഞാൻ എന്റെ തുണികളൊക്കെ ഒന്ന് ഇസ്തിരി ഇടാനല്ലേ പറഞ്ഞുള്ളൂ. വേറൊന്നും പറഞ്ഞില്ലല്ലോ. മിണ്ടരുത് നീ. ഇങ്ങോട്ട് നീങ്ങി നിക്കടി. ഇതിലാർക്കാ നന്നായി മുറ്റം തൂക്കാൻ അറിയാ? ഡാഡി, ഡുണ്ടുമോൾക്ക് നന്നായി മുറ്റം തൂക്കാൻ അറിയാം. എനിക്ക് ഒട്ടും അറിഞ്ഞൂടാ ഡാഡി. എന്നാലേ മണിക്കുട്ടി പോയിട്ട് മുത്തിന്റെ കയ്യിൽ നിന്നും ആ ചൂലൊന്ന് വാങ്ങിക്കേ. എന്തിനാ ഡാഡി? പറഞ്ഞ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. പോയി വാങ്ങ്, ചൂല് വാങ്ങാൻ. താ, ചൂല് താ. ഇതാ ഡാഡി ചൂല്. ഇനി ആ ചൂല് കൊണ്ട് ഇത് മൊത്തം വൃത്തിയാക്കിക്കേ. അയ്യോ, പണി കിട്ടി. ഡാഡി, എനിക്കറിയില്ല ഡാഡി മുറ്റം തൂക്കാൻ. ഡുണ്ടുമോൾക്ക് നന്നായിട്ട് അറിയാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അറിയൊന്നും വേണ്ട. ആ ചൂലും പിടിച്ച് ഇതിൽ മൊത്തം അങ്ങ് വീശി നടക്ക്. അപ്പൊ അങ്ങോട്ട് ചെയ്ത് പടിഞ്ഞോളും. വേണ്ട അച്ഛാ, മണിക്കുട്ടിക്ക് ശീലമില്ലാത്തതാ. ഞാൻ ചെയ്തോളാം. മണിക്കുട്ടി നിന്നോടാണ് പറഞ്ഞത്, ചൂല് പിടിച്ച് വെറുതെ നോക്കി നിൽക്കാനല്ല. ഇതില് മൊത്തം അടിച്ചു വാരിക്കേ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൊന്നും വേണ്ട, അടിച്ചു വാരിക്കോ പെട്ടെന്ന്.